താമരശ്ശേരി ചുരം 9-ാം വളവിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർത്ത് ഇടിച്ചു നിന്നു. കൊക്കയിലേക്ക് വീഴാറായ നിലയിലാണ് ലോറി ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ദൃശ്യങ്ങളാണത്. എന്താണ് സംഭവിച്ചത്? എത്ര പേരുണ്ടായിരുന്നു ലോറിയിൽ? കൂടുതൽ വിവരങ്ങൾ എന്താണ് നിഖിൽ? വിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ്. ആ ലോറിയിൽ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇത് ഇപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ വലിയ ഭീതി നിലനിൽക്കുന്ന 9-ാം വളവിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 12:45 കൂടിയായിരുന്നു ഈ അപകടം. ഈ 9-ാം വളവിലെ കർവ് മറികടക്കുന്നതിനിടെ വലിയ വാഹനങ്ങൾക്ക് നമുക്കറിയാം ഇതിലൂടെ കടന്നു പോകാൻ വലിയ പ്രയാസമാണ്. വളരെ പ്രയാസപ്പെട്ടാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്കാണ് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ ഈ ചുരം കടന്നു പോകാൻ കഴിയുന്നത്. ചുരത്തിലെ വളവൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കാണ് വളരെ എളുപ്പത്തിൽ തിരിച്ച് കടന്നു പോകാനൊക്കെ കഴിയുന്നത്. അത്തരത്തിൽ ആ ചുരം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ഈ ലോറി അവിടുത്തെ സുരക്ഷാ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് ഒരു ഭാഗം ചെരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ആ സുരക്ഷാ ഭിത്തിയും കടന്ന് ലോറിയുടെ മുൻഭാഗം അല്പം കൊക്കയുടെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്നതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 12:45 കൂടിയായിരുന്നു ഈ സംഭവം. അത്ഭുതകരമായി ഈ ഡ്രൈവർ എവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസും ചേർന്ന്, പോലീസിന്റെ സാന്നിധ്യം ചുരത്തിൽ ഇപ്പോൾ മുഴുവൻ സമയവും ഉണ്ട്. നമുക്കറിയാം ഈ പുതിയ പശ്ചാത്തലത്തിൽ പോലീസ് സാന്നിധ്യം അവിടെ ഉണ്ട്. അങ്ങനെ പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ ഡ്രൈവറെ പുറത്തേക്ക് എത്തിച്ചത്. ഇനി ഈ ലോറി ഇവിടെ നിന്ന് നീക്കാൻ എന്തായാലും അല്പം സമയമെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘമടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കൂടുതൽ സമയം എന്തായാലും എടുക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണമില്ല, അതായത് ഗതാഗത വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. പക്ഷെ അത് ഒരു വരിയിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയൂ. നിലവിൽ തന്നെ നമുക്കറിയാം 9-ാം വളവിലെ പരിമിതികൾ എന്നുള്ളത് അത് വളരെ കൂടുതലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അതിലൂടെയുള്ള ഇരുപാതകളിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം അല്പസമയത്തിന് ശേഷം ഈ ലോറി നീക്കിയ ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൾട്ടി ആക്സിൽ വെഹിക്കിളുകൾക്ക് ഈ ചുരത്തിലൂടെ കടന്നു പോകാനുള്ള അനുമതി നൽകി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് മാത്രമേ ഈ അപകടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. നിഖിൽ, ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന മുൻഭാഗമൊക്കെ പൂർണ്ണമായി കൊക്കയുടെ ഭാഗത്തേക്കാണ് മാറി നിൽക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്? എങ്ങനെയാണ് ഈ വലിയ വാഹനമായതുകൊണ്ട് തന്നെ അതിനെ വലിച്ച് കയറ്റുക എന്നുള്ളത് അല്പം ദുഷ്കരമായൊരു പ്രവൃത്തിയാണ്. അത് എങ്ങനെയാണ് ആലോചിക്കുന്നത് നിഖിൽ? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ മുൻഭാഗത്താണ് ഡ്രൈവർ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുക എന്നുള്ളത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. സ്വാഭാവികമായിട്ട് ഈ മുൻഭാഗത്ത് വെയിറ്റ് കൂടുതലായി വരുമ്പോൾ അത് ഒരുപക്ഷെ ആ ലോറി താഴേക്ക് മറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. സമയോചിതമായി അതിലൂടെ കടന്നുപോയ യാത്രക്കാരും പോലീസും നടത്തിയ ഇടപെടൽ മൂലമാണ് ഈ ഡ്രൈവറെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. ഇദ്ദേഹം ഈ 9-ാം വളവ് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം അത് വളച്ചെടുക്കുന്നത് അല്പം ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമ്മൾ KSRTC ബസ്സൊക്കെ വളരെ എളുപ്പത്തിൽ അതിലൂടെ സ്ഥിരമായി കടന്നു പോകുന്ന യാത്രികർ വളരെ എളുപ്പത്തിൽ വളച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്പം മുന്നോട്ട് കൊണ്ടുപോയി അതൊരു സുരക്ഷിതമായ വാഹനത്തിന്റെ അളവും അതോടൊപ്പം തന്നെ ഈ പാതയുടെ വീതിയും ഒക്കെ കണക്കിലെടുത്താണ് അത് വളച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അല്ലാത്തവർ അല്പം പ്രയാസപ്പെട്ടാണ് ആ ചുരത്തിലൂടെ കടന്നു പോകാറ്. അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ ലോറിക്ക് നിയന്ത്രണം നഷ്ടമാവുകയും ഈ ലോറി ആ സംരക്ഷണ ഭിത്തി തന്നെ തകർത്ത് കൊക്കയിലേക്ക് മറിയാൻ തക്കവണ്ണം ആ കൊക്കയ്ക്ക് മുന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പൊടുന്നനെ ഇദ്ദേഹത്തിന് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് അതിനെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് അക്ഷരാർത്ഥത്തിൽ ഒഴിവായത്. എന്തായാലും ഇദ്ദേഹത്തെ ഇവർ രക്ഷിച്ചത് ഈ ലോറി നിന്ന ശേഷം അദ്ദേഹത്തിന് വടം ഉൾപ്പെടെ ഇട്ട് നൽകി ഈ ഡ്രൈവറെ രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ലോറി അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തിയിലേക്കാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ പ്രവേശിക്കുന്നത്. അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള രക്ഷപ്പെടലാണ് ഉണ്ടായത്. ഡ്രൈവറെ എന്തായാലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആശ്വാസകരം. വലിയ വാഹനമാണത് തിരിച്ച് റോഡിലേക്ക് കയറ്റുക എന്നുള്ള നടപടിയിലേക്കാണ് ഇനി കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.